നന്മ 24ലേക്ക് സ്വാഗതം. കാക്കനാട് കുട്ടിക്കൂട്ടം നടന്നു. കാക്കനാട് മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിൽ 1982 പഠിച്ച 41 വർഷങ്ങൾക്ക് മുമ്പ് മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മ മൽഹാർ 2024 എന്ന പേരിൽ ഗുരുവന്ദനം നടത്തി. അപ്പൊ എൻ്റെ പ്രൊഫഷനില് 100% മാർക്ക് മേടിച്ച ഏക കുട്ടിയാണ് ഇത് എന്നെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് എങ്കിലും 40-ൽ പരം അധ്യാപകർ, പൂർവാധ്യാപകർ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഓർമ്മകളുടെ മഴയാണ്. ചെറിയ ചാറ്റൽ മഴയിൽ നിന്ന് തുടങ്ങി വലിയൊരു മഴയായി ഇന്ന് ആ മഴയിൽ നനഞ്ഞാണ് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുക. എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർക്കും എന്നെ ഇവിടെ വരുത്തിയ വലിയ ഒരു കൂട്ടായ്മയ്ക്കും എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഒരുപാട് ഓടി നടന്നൊരു സ്റ്റേജാണ്. ഇവിടെ വന്നത് തന്നെ ഒരു ദൈവനിശ്ചയത്തിൽ ഇത്രയധികം ശക്തിയുണ്ടെന്ന് ഓരോ ദിവസവും നമ്മളെ ദൈവം തന്നെ അറിയിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി വരെ ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ മുൻപിൽ ഇരിക്കുന്ന എല്ലാവരെയും കാണാൻ നീ പോകണം എന്ന് ദൈവത്തിൻ്റെ അതിയായ ഒരു ആജ്ഞ പോലെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെയും കൂടി ഞാൻ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നെ ഇവിടെ വിളിച്ച സോഫി എന്ന് പറയുന്ന കുട്ടി എല്ലാ ദിവസവും എന്നെ ഒരു സംബോധനയോടുകൂടി വിളിക്കാറുണ്ട്. ഇന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നെ വിളിക്കുന്ന ടീച്ചറും കുട്ടിയെന്നാണ്. ഒരു ഗുഡ് മോർണിംഗ് ഇട്ടിട്ട്, അതായത് ടീച്ചറും കുട്ടിയും എങ്ങനെയോ എവിടെന്നോ എൻ്റെ നമ്പർ കണ്ടുപിടിച്ച ഒരു ദിവസം സോഫി എന്നെ വിളിച്ചു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഏതായാലും സോഫിയുടെ ആ വിളിയും എന്നെ ഇപ്പോൾ ഇവിടെ വിളിച്ചു നിർത്തി എൻ്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. പലരുടെയും മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പലരും എന്നെ അറിയാത്ത വ്യക്തികളാണ്. എന്തുകൊണ്ടാണെന്നറിയണം? അതാ പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയും. 82 മാർച്ചിൽ ഞാൻ ഈ സ്കൂളിൽ ഇല്ല. ഞാനിവിടെ വന്നത് 82 നവംബറിലാണ്. പക്ഷേ ഇതാണ് ഇത്രയും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത്. എന്നെ ഇന്ന് ഇവിടെ വിളിക്കാൻ ഇടയാക്കിയ ആ ഒരു സംഭവം ദൈവം ഇവിടെ ആരുടെയോ മനസ്സിലേക്ക് പോലിച്ചൊരുക്കി കൊടുക്കണം. അതിന് ആദ്യം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇട്ടുകൊണ്ടൊരു 4 വരി പാടാം. ആ പാട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ ആ ഒരു കൗമാര പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലേക്ക് തന്നെ കൊണ്ടുപോകട്ടെ. ഞാൻ പെട്ടെന്നാണ് ആ പാട്ട് ഓർത്തത്. പ്രത്യേകിച്ച് പ്രാക്ടീസോ എൻ്റെ അസുഖം പോലും എനിക്കൊന്നുമേ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പാടാം.
52 ബാച്ച് എന്ന് പറയുമ്പോൾ ഇന്നത്തെ മാതിരി ആരെങ്കിലും പ്രായം അളക്കുവാൻ പെട്ടെന്ന് പറ്റില്ല. കാരണം സമാന്തര പ്രായക്കാരായിരുന്നില്ല അന്ന് ഓരോ ക്ലാസ്സുകളിലും പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിനകത്ത് ആ സമാന്തര പ്രായക്കാരല്ല എന്ന് പറയാൻ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കായിക അധ്യാപകനായിരുന്ന മാത്തൻ സാറ് ഇങ്ങനെ സ്പോർട്സ് നടത്തുമ്പോഴുണ്ട് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കഴിഞ്ഞിട്ട് നമ്മൾ സീനിയർ വരെ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിനും വലിയ ചേട്ടന്മാരിയ്ക്കുമ്പോൾ സൂപ്പർ സീനിയർ എന്നുള്ളൊരു തസ്തികയും കൂടി അദ്ദേഹം ഇവിടെ സൃഷ്ടിക്കും സ്കൂളിൽ. അപ്പൊ അങ്ങനെ ആ അന്ന് സമാന്തര പ്രായക്കാർ അല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരും അറിയാം, അവരെല്ലാം അത് തന്നെയാണ് നമ്മുടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞത്, റിട്ടയർ ആയവരും റിട്ടയർ ചെയ്യാനിരിക്കുന്നവരും, അതാ ഒരു അന്തരം ഇന്നുണ്ട്. ഇതുപോലുള്ള ഒരു ചടങ്ങിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ വളരെയേറെ താല്പര്യപ്പെട്ടു. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലം. ആ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ കാലം. കാലം ഭാഗ്യകാലമല്ലോ, ഭാഗ്യകാലം ഭാഗ്യകാലം ഭാഗ്യകാലമല്ലോ. ഗുഡ് മോർണിംഗ് സഹപ്രവർത്തകരെ, കുഞ്ഞുമക്കളെ, കുട്ടികളെ, ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു ചൊല്ലുണ്ട്, ടീച്ചിങ് പ്രൊഫഷൻ ഈസ് എ sorriest of trade but noblest of profession. ഈ സുദിനത്തിൽ ഇന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്, ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് വളരെ അനുചിതമായി. കാരണം ഇന്നത്തെ ഈ സുദിനം കാണുമ്പോൾ എനിക്ക് ചിന്ത വരുന്നത് അതാണ്. സോറിയസ്റ്റ് ഓഫ് ട്രേഡ് ആണെങ്കിലും നോബിളസ്റ്റ് ഓഫ് പ്രൊഫഷൻ ആണ്. എത്രയോ കുഞ്ഞു മക്കളാണ് ഇപ്പോൾ മെർലി ടീച്ചർ എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യത്തിന് പോകേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി അറിയില്ല, എവിടെ പോകണമെന്നറിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ബസ് കയറിയ ആ സമയത്ത് തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ആ കുട്ടി എന്നെ അവിടെ കൊണ്ടുപോയി എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ച് എന്നെ തിരിച്ചയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ നോബിളസ്റ്റ് ഓഫ് പ്രൊഫഷൻ തന്നെയെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എനിക്കിങ്ങനെയായിരുന്നു ഇവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ ദിനമാണെന്ന് എങ്കിലും മനുഷ്യൻ പറഞ്ഞു എല്ലാവർക്കും ഒരുമിച്ച് പോകാനും അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനും ഈ സന്ദർഭം വളരെ യോജിച്ചതാണ്. ഞാനും അതിൽ പങ്കുകൊള്ളുകയാണ്. ഞാൻ 82 കാലയളവിൽ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കുട്ടിക്കൂട്ടങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ പരിചയമൊന്നും തോന്നുന്നില്ല, എങ്കിലും കണ്ടതിൽ വളരെയധികം സന്തോഷം. അതുപോലെ പാലുവിതരണം ഉൾപ്പെടെ അവിടെ ഓട്ടത്തിൻ്റെ സ്പിന്നറാണി അന്നക്കുട്ടി ഉൾപ്പെടെ എന്നെ ക്ഷണിക്കാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എങ്ങനെയെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലവിധത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ കണ്ടാൽ എനിക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടെന്ന് ആർക്കും തോന്നില്ല. എങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്നിവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണമെന്നുള്ള ആ ആത്മവിശ്വാസത്തിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ് എന്നെ ഇവിടെ രാവിലെ കൊണ്ടുവിട്ടിട്ട് പോയത്. ആവശ്യപ്പെടുമ്പോൾ നീ വിളിച്ചേരെ, ഞാൻ തിരികെ വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരെയും കാണുന്നതിനും ഈ മനോഹരമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. മനസ്സിലാവുന്നത് നമ്മൾ നിങ്ങളെല്ലാവരും പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്ന കാലമാണ് ഏറ്റവും ഭംഗിയെന്ന്. പക്ഷേ അത് മാത്രമല്ല, ടീച്ചർ പ്രൊഫഷൻ ആയതുകൊണ്ട് ഓരോ വർഷക്കാലവും നിങ്ങളോടൊക്കെ നിങ്ങളെപ്പോലെയുള്ള പല പല വിദ്യാർത്ഥികളുമായിട്ട് പിന്നിട്ട കാലവും ഒക്കെ വളരെയധികം ഭംഗിയായിട്ടാണ് തോന്നുന്നത്.
വളരെയധികം രസകരമായ കാലഘട്ടമായിരുന്നു. പിള്ളേരുടെ സ്റ്റാൻഡ് സീറ്റ് പറഞ്ഞതിന് ശേഷം ബോർഡിൽ ഒരു ചോദ്യം എഴുതി. ആ ചോദ്യം ഇതാ നിങ്ങൾക്കും തരികയാണ്. 4+3 × 2. വാട്ട് ഈസ് ദി ആൻസർ? എല്ലാ കുട്ടികളും ചോദിച്ചു പറഞ്ഞു. നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്ന ഉത്തരം എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാ കുട്ടികളും പറഞ്ഞു 14. ഞാൻ പറഞ്ഞു ഉത്തരം തെറ്റാണ്. എടുക്കണ വഴി ഒരു ഉടുപ്പിട്ട പെൺകൊച്ച ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതെങ്ങനെ സാറേ തെറ്റാവണം? അങ്ങനെ തെറ്റാവും. അപ്പോൾ ഞാൻ പൂർണ്ണമായി വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് എത്രയാണ് വിദ്യ? കറക്റ്റ് ആൻസർ ഇസ് 10. പിള്ളേർ പറഞ്ഞതൊക്കെ 14. എങ്ങനെ കിട്ടി 14? 4, 3, 7, 7, 2, 14. പക്ഷെ അതെങ്ങനെ ചെയ്യണം? 3 × 2 + 4. ആ ചോദ്യം വായിക്കുമ്പോൾ 4+3 × 2 എന്ന് വായിച്ചാൽ ആൻസർ പറഞ്ഞാൽ 4+3 × 2 ദി ആൻസർ ഈസ് 10. ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോളുടെ പേരെന്താ? എൻ്റെ പേര് ലെറ്റി മോണിറ്റിയവർ. ഒരു കാലത്തും മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു കൊച്ചുകുട്ടി. അപ്പോൾ ഇട്ടേന്ന് പറഞ്ഞപ്പോൾ ഇട്ടേ കുഞ്ഞേട്ടനെ ഞാൻ അറിയുന്ന, ഞാൻ ഇട്ടേ കുഞ്ഞേട്ടൻ്റെ മോളല്ലേ? അതൊക്കെയാണ്. ഇനി ഞാൻ ചുരുക്കി പറയുകയാണ്, ഒരുപാട് സമയം കളയുന്നില്ല, എനിക്ക് സമയമില്ല. ആ കുട്ടി വീണ്ടും ഒരു നല്ല ഗണിതാധ്യാപികയായിട്ട് മാറി. ആക്സിഡൻറ്റിൽ എന്തോ മരിച്ചു. കോളനകത്ത് ഇന്നും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇവിടുന്ന് പോകുന്നവരെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ്. എൻ്റെ സ്കൂൾ ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അവിടെ ഒരു ടീച്ചർ, ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു, ക്ലാസ് ഇട്ടാൽ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുവെക്കുന്നത് പരിധിയാണ്, ഞാനൊന്നും ശ്രദ്ധിക്കില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറെ ആ കുട്ടിയുടെ സ്വഭാവമാണ്, സാറ് ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്ന സമയത്ത് ഏത് ചോദ്യമെങ്കിലും ചോദിച്ചു നോക്കും. അപ്പോൾ അത് ഞാൻ ആൻസർ പറയും. പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കും, എഴുതുന്നതെല്ലാം കറക്റ്റായിട്ട് അവൻ എഴുതിയിരിക്കും. അതുകൊണ്ട് ടീച്ചറൊന്ന് ശ്രദ്ധിക്കാൻ പറയും. അതുകൊണ്ട് അവനെ എങ്ങോട്ട് നോക്കിക്കോട്ടെ, എന്നാ കാണിച്ചോട്ടെ, എന്നാ കുസൃതി ഒരിക്കലും ആ കുട്ടിയെ ചോദ്യം ചെയ്യരുത്. മാത്രമല്ല SSLCക്ക് 100% മാർക്ക് വാങ്ങിച്ച എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ എൻ്റെ പ്രൊഫഷനിൽ 100-ൽ 100% മാർക്ക് മേടിച്ച ഏക കുട്ടിയാണിത് MASSL. Yes, never pick a path that limit the options. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒരു പാത്തും നമ്മുടെ ഓപ്ഷൻസിനെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മൾ പിക്ക് ചെയ്യരുത്. അതാണ് ഞാൻ ഒരു ലിവിങ് പ്രിൻസിപ്പിളായിട്ട് എടുത്തത്. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ കാഷ്വൽ കോൺവെർസേഷനിൽ കൂടെ പഠിക്കുന്നുണ്ട്. അതൊരു വാല്യൂബിൾ ലെസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ താങ്ക് യു വെരി മച്ച് സാർ. വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി ദൂരം ഞങ്ങൾ എത്രയ്ക്ക് ഇറങ്ങിയതാ. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വരേണ്ട ആവശ്യമില്ല, ഞാൻ വന്നോളാന്ന് പിന്നെ പറഞ്ഞു. ഗീത എൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ച ഇൻവിറ്റേഷൻ കാർഡ് കേക്കൊക്കെ എനിക്ക് കൊറിയയിൽ അയച്ചു. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ പിള്ളേർ ഒരു ഇച്ചിരി നിരുത്സാഹപ്പെടുത്തിയതിൽ എനിക്ക് വിഷമം തോന്നി. ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇത്രയും ദൂരം വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ രതി എന്നെ വിളിച്ചു. അങ്ങനെ പലരും മാറി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും വരാൻ ഞാൻ അന്നേ തീരുമാനിച്ചു. പറഞ്ഞു ലിസി പറഞ്ഞപ്പോൾ തന്നെ. നമ്മുടെ കൂട്ടുകാർ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവരെ ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അസുഖമായിട്ട് മോളുടെ അടുത്തതായിരുന്നു. പിന്നെ കുമാരലീല പറഞ്ഞാണ് ഞാൻ ഇവരെ അറിയുന്നത്. അതിനുശേഷം ഗീത പല പ്രാവശ്യം വിളിച്ചു. എനിക്ക് നമ്പർ അറിയാൻ വയ്യാത്ത നമ്പർ കണ്ടാൽ ഞാൻ എടുക്കാറില്ല. അങ്ങനെ വന്ന് ഒടുവിൽ ഉമയുടെ വീട്ടിൽ വന്നപ്പോൾ, ഉമാദേവിയുടെ വീട്ടിൽ വന്നപ്പോൾ
ഞാനാണ് ടീച്ചറെ വിളിക്കുന്ന മുമ്പാണ് അമ്മയുടെ ഫോണിൽ ഞാൻ വിളിച്ചു. അങ്ങനെയാണ് ഗീത. പിന്നെ 2 ദിവസം മുമ്പ് ഗീത വീണ്ടും വിളിച്ചിട്ടു. ഗീതയും രവിയും. ഏതായാലും ഇന്നലെ ഞാനൊന്നും എനിക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു. കാരണം ഭയങ്കര നീരായിരുന്നു. ഇന്നലെ നമ്മുടെ ചൂടുവെള്ളത്തിലൊക്കെ വെള്ളം ഞാനൊക്കെ ഇറക്കി വെച്ച് മരുന്നൊക്കെ തോരപ്പരത്തി അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്ന് വന്നത്. എന്നാലും തീരെ നടക്കാൻ വയ്യായിരുന്നു എനിക്ക്. ഏതായാലും സന്തോഷമായി. ഇന്ന് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. അതിലൊന്നാണ് ബഹുമാനം. നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരെ, അത് അധ്യാപകനായാലും നമ്മുടെ ബന്ധുജനങ്ങളായാലും അയൽപ്പക്കക്കാരായാലും ആരാണെങ്കിലും ബഹുമാനിക്കാൻ മറന്നുപോകുന്നു, സ്നേഹിക്കാൻ മറന്നുപോകുന്നു. എല്ലാവരും ഒരു കമ്പ്യൂട്ടർ പോലെ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഉയരങ്ങളിലേക്ക് ലോകത്തെ കൊണ്ടുപോയ ഒരു യന്ത്രമാണെങ്കിലും അതിന് സേവ് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് ഇടയിലും അതേപോലെ ഒരു ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പഴയ തലമുറക്കാർ, അതായത് പുതിയ കുട്ടികൾ പറയുന്ന ഫ്ലാഷ് ബാക്കുകാരാണ് നമ്മളെല്ലാവരും. നമ്മളെന്തെങ്കിലും പഴയ കാര്യം പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് എടുക്കണേ, അത് കഴിഞ്ഞു പോയത്. അതിനെ വെല്ലുന്ന ഒരു വേദിയാണത്. 41 വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടില് ഇത്രയും പ്രായം ചെന്ന അധ്യാപകരുടെ അവരുടെ യൗവനം മുഴുവനും ഈ മുറ്റത്താണ് അവർ ചെലവഴിച്ചത്. അവരുടെ കുട്ടികളെ അവർ കാണുന്നത് സന്ധ്യയ്ക്കാണ്. ഞാനെല്ലാം 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 6 മണിക്ക് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എൻ്റെ അമ്മായിമ്മയാണ് കുട്ടികളെ നോക്കുന്നത്, ഞാനല്ല. പിന്നെയും എനിക്ക് വീട്ടുജോലികളാണ്. അത് നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ അവർ ഫ്ലാഷ് ബാക്ക്, അത് കഴിഞ്ഞു പോയ കാര്യമൊക്കെ എന്ന് പറയും. പക്ഷെ അതല്ല, നിങ്ങളെ ഇതുവരെ ആക്കി നിങ്ങൾ നേരെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൗവനം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളെ സംരക്ഷിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നന്മകൾ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ടുള്ള സംരംഭങ്ങളിൽ ഒന്നാണ് ഈ ആദരവ്. ആദരവ് എന്താണ്, സ്നേഹം എന്താണ്, ബഹുമാനം എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് ഈ NHSലേക്ക് ഒരു വലിയ വേദി ഒരുക്കിയ എല്ലാവർക്കും ഞാൻ സാധാരണ പറയും, കുട്ടികൾ അധ്യാപകരെ വന്ദിക്കാൻ പാടില്ല. സ്നേഹം എന്നുള്ളിടത്ത് വന്ദനം ഒരു അധികപ്പറ്റിയാണ്. അതുകൊണ്ടൊരു 4 വരിയും കൂടി ഞാൻ പാടുകയാണ്. ഇവിടുന്ന് SSLC കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് എത്ര നല്ല പാട്ടുകൾ വന്നാലും ഈ 4 വരി ഞാൻ പാടിയിരിക്കും. അത് തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുന്ന സന്ധ്യയോടടുത്തിരിക്കുന്ന, രാത്രിയോടടുത്തിരിക്കുന്ന ഒരു കൂട്ടം ഭിക്ഷക്കാരെന്ന് പറയാൻ വേണമെങ്കിൽ ഭിക്ഷ യാചിക്കുന്നവരല്ല, സ്നേഹം യാചിക്കുന്നവരാണ് ഇപ്പോഴത്തെ വയോജനങ്ങൾ. സ്നേഹം യാചിക്കുന്ന വയോജനങ്ങളുടെ ഒരു അഭ്യർത്ഥന. അക്ഷരനക്ഷത്രം ജപമാലയും കൈയേന്തി അഗ്നിസ്ഫുടം ചെയ്തെടുത്ത മനസാംശംഘോതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമിൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. ഒരു പൂവിതളി നറുപുഞ്ചിരിയ നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൽ കൊടിയോങ്ങൾ നിറഞ്ഞ സാരം ഒരു കുട്ടിക്കൂട്ടം സംഘടിപ്പിക്കുകയും അതിലേക്ക് എന്നെ ക്ഷണിക്കുകയും അതിൽ കൂടാൻ സാധിച്ചതിലും ഞാൻ വളരെയധികം നന്ദി ഓർക്കുന്നു. എല്ലാവരെയും എന്തായാലും ഇന്നത്തെ ഈ ഗംഭീര പരിപാടി സംഘടിപ്പിച്ച അതിന്റെ സംഘാടകർ, അതായത് ഇവിടെ പഠിച്ച ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വരാന്തയിലൂടെ ചെറുപ്പകാലത്ത് കറങ്ങി നടന്ന അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി നടന്ന ആളുകളൊക്കെയാണ്. വിവിധ ജോലികളൊക്കെ ചെയ്തും കുടുംബം കുട്ടികളും ഒക്കെ ആയിട്ട് കഴിയുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും അധ്യാപകരെ എല്ലാവരും കൂട്ടി ഇത്രയും ഈ ഒരു ലെവലിലായിട്ടും
അധ്യാപകരെ മറക്കാതെ, അത് അധ്യാപകരുടെ ഓരോ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. ഏതായാലും ഇവരെ അഭിനന്ദിച്ചേ മതിയാവുള്ളത്. ഇവരുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയാണ് ഇത്രയും ടീച്ചർമാരെ അതിശയിച്ചു പോയി ഇവിടെ ഒന്ന് കണ്ടപ്പോൾ, ഇത്രയും ടീച്ചർമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഓരോ വീടുകളിലും ചെന്ന് ക്ഷണിച്ച് ഒരുപാട് സമയം, ഒരുപാട് മാസങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടാകണം ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഏതായാലും നമുക്ക് സുരേഷിന്റെ അടുത്ത് തന്നെ വയ്ക്കാം. പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള സുരേഷ് എന്ത് പറയുന്നു? പ്രദീപ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഈ പരിപാടി ഇപ്പോൾ ഗംഭീരമായെങ്കിലും ഇതിന്റെ പുറകിൽ വളരെ മാസങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണവും ശ്രമവും ഉണ്ട്. അതായത് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നത് ഞങ്ങൾ സെപ്റ്റംബർ 3-ാം തീയതി വളരെ ഒരു ചെറിയ കൂട്ടമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കൂടിയത്. അന്നൊരു 20 പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഞങ്ങളുടെ തന്നെ ഒരു പ്രസിഡന്റായിട്ടുള്ള ഗീതയുടെ ശ്രമഫലമായിട്ട് നമ്മുടെ ടീച്ചർമാരെ കുറിച്ചുള്ള വിപുലമായ ഒരു ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എല്ലാ ടീച്ചർമാരുടെയും അവരുടെ വീടുകളുടെ, അവരുടെ ഫോൺ നമ്പറുകളുടെ, അവരുടെ ഇപ്പോൾ കണ്ടീഷൻ എന്ത്, ഇതെല്ലാം നമ്മൾ ശേഖരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് 4-5 വിദ്യാർത്ഥികളുള്ള വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പല ദിവസങ്ങളിലായിട്ട് ഈ ടീച്ചർമാരുടെ എല്ലാവരുടെയും വീട്ടിൽ നേരിട്ട് ചെന്ന് ഞങ്ങൾ അവരുടെയൊക്കെ നമ്മുടെ പരിപാടിയുടെ ക്ഷണപത്രവും, പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്തിലാണ് ചെന്നത്. അവർക്കൊരു ചെറിയ സീറ്റും കൂടി കൊടുത്തുകൊണ്ട്, ഒരു സ്നേഹോപകാരം കൂടി കൊടുത്തുകൊണ്ടാണ് അവിടെ വിളിച്ചത്. ഏതാണ്ട് 59ഓളം ടീച്ചർമാരുടെ വീടുകളിൽ ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് ചെന്നു. ഏറ്റവും കുറവ് ഒരു ഗ്രൂപ്പിൽ 5 പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ പുറകിലുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം. സുരേഷ്, ഇതിനിടയ്ക്ക് ഒന്ന് ഇടപെടുകയാണ്. ഇപ്പൊ സുരേഷ് പറഞ്ഞു ആ വീടുകളിൽ പാലക്കാട് ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ക്ഷണിച്ചു. അവരുടെ ആ ഒരു സന്തോഷം, അവിടെ നിങ്ങളൊന്ന് ക്ഷണിച്ചപ്പോൾ നിങ്ങളുടെ ഇപ്പോഴും നിങ്ങളെ ആ ഗുരുക്കന്മാരെ കാണാൻ ശിഷ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഓരോ വീടുകൾ അന്വേഷിച്ച് ചെന്നപ്പോൾ അവരുടെ ആ സന്തോഷം പങ്കുവച്ചപ്പോൾ അവരുടെ ആ മുഖം, അവരുടെ ഒരു മനസ്സ് തുറന്നു എന്ന് തന്നെ പറയാം. വന്ന ടീച്ചർമാരെല്ലാവരും സാറുമാരെല്ലാവരും പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന എത്രത്തോളം ആ ഒരു വാക്കുകൾ കേട്ടാൽ മതി. ഇത്രയും ദിവസം ഓടി നടന്നതിന്റെ ആ ഒരു ക്ഷീണം ഇതെല്ലാം അതിൽ നിന്ന് മാറി കാണണം അല്ലേ? അപ്പൊ അതിന് ഞാൻ 2 വാക്ക് പറയാം, ബാക്കി എന്റെ സഹപ്രവർത്തകർ പറയും. ഞങ്ങൾ ഓരോ ടീച്ചർമാരെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഓരോ ടീച്ചറും ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ച് നിർബന്ധിച്ച്, മക്കളെ കഴിപ്പിക്കുന്ന പോലെ കഴിപ്പിച്ചാണ് ആ വീടുകളിൽ നിന്ന് വിട്ടിട്ടുള്ളത്. അവര് വീട്ടിൽ ചെന്നപ്പോൾ ഉള്ള അവരുടെ ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ മക്കളോ ചെല്ലുന്നേക്കായാലും അതിൽ കൂടുതൽ ആനന്ദത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ സ്നേഹിച്ചത്, അവിടെ നിന്ന് സ്വീകരിച്ചത്. അന്ന് പോരാൻ ഇറങ്ങുമ്പോൾ അവര് പോകണ്ട, നിങ്ങൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞ് ഇവിടെ ചെലവഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഒരു മനസ്സോടുകൂടിയാണ് ഞങ്ങൾ അവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ ഞങ്ങൾ 4 പേരും, ഞങ്ങൾ 5 പേരും, പിന്നെ അത് കൂടാതെ കുറച്ചധികം പേരും ഉണ്ടായിരുന്നു. ഇവർ 5 പേരും 4 സുഹൃത്തുക്കളും എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് പോയിരുന്നത്. അപ്പൊ അതിന്റെ അനുഭവങ്ങൾ ഓരോരുത്തരായിട്ട് ഒന്ന് പറയും. ലിസി ഞങ്ങളുടെ ടീച്ചർമാരെ കാണാൻ പോയപ്പോൾ വിവിധ അനുഭവങ്ങളെ കുറിച്ച് 1-2 വാക്ക് പറയും. ഓക്കെ, എന്തായാലും നമുക്ക് ലിസി അടുത്ത് വയ്ക്കാം. ഓരോ വീടുകളിൽ ചെന്നപ്പോൾ ഇപ്പോൾ ഉള്ള അനുഭവം, അതുകൂടാതെ ഈ നല്ല രീതിയിലുള്ള ഒരു അവതാരിക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. എല്ലാം അവസരത്തിനനുസരിച്ച് കൃത്യമായി തന്നെ ഇടപെടലുകളും സംസാരങ്ങളും എല്ലാം വളരെ പോസിറ്റീവ് ആയിരുന്നു. ഏതായാലും നമുക്ക് ചോദിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ സ്കൂളിൽ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. ഞാനും ഒരു ടീച്ചറായി പ്രധാനാധ്യാപികയായിട്ടാണ് പിരിഞ്ഞത്. ആ ഒരു പരിചയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഗമം സ്കൂളിൽ പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള സംഗമങ്ങൾ നടത്താറുണ്ട്. ആ സമയത്ത് എങ്ങനെയായാലും ഇങ്ങനെ ഒന്ന് നടത്തണമെന്ന് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവ് കാരണം സാധിച്ചില്ല. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഓടുന്ന നമ്മുടെ ബക്കർ എന്ന വിദ്യാർത്ഥിയാണ്, ഗോപകുമാർ എന്ന വിദ്യാർത്ഥിയെ നമ്പർ ആദ്യം കിട്ടുന്നത്. പിന്നെ സ്കൂളിലെ പരിപാടിക്ക് സുരേഷിൻ്റെ നമ്പർ, അതുപോലെ ഗീതയുടെ നമ്പർ, പിന്നെ സജികുമാർ, അങ്ങനെ കുറേ പേരെ നമ്പർ അന്ന് വന്നപ്പോഴും കിട്ടി. അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ആദ്യം സുരേഷിൻ്റെ വീട്ടിൽ ഞങ്ങളൊരു 23 അംഗ സംഘമാണ് കൂടിയത്. അതിനുശേഷം ഈ ഓരോ അധ്യാപകരുടെ അടുത്ത് പോകുമ്പോഴും 1.5-2 മണിക്കൂറുകളോളം അവർ മിക്കവാറും വീടുകളിൽ അവർ തന്നെത്താനെയായിരുന്നു. അവരെ കുട്ടികൾ ദൂരദേശങ്ങളിലാണ്, വലിയ വലിയ കൊട്ടാരങ്ങളിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരവസ്ഥയും കൂടെ ഞങ്ങൾക്ക് കാണുകയുണ്ടായി. പക്ഷെ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളെ അവർ പറഞ്ഞയച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ ആദ്യത്തെ ഗുരുവന്ദനം അത് തന്നെയായിരുന്നു. കാരണം ഇതിനേക്കാൾ ഏറെ സമയം ഞങ്ങൾക്ക് അവിടെ കിട്ടി. ഞങ്ങൾക്ക് എല്ലാ വിഷസും, ക്രിസ്മസ്, ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് എല്ലാം മിക്കവാറും 1-2 അധ്യാപകർ ഒഴിച്ച് എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് എത്തിച്ചേരാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി കൂട്ടായ്മയുടെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ചേരുന്നു. ആളെ കണ്ടിട്ട് ഒരു കുട്ടിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് വരാന്തയിൽ നിൽക്കുമ്പോൾ. എന്ത് പറയുന്നു? അതെ, ഞാൻ ഇവിടെ വരുന്ന കുട്ടി തന്നെയാണ്.
ഞാൻ 4 വയസ്സ് മുതൽ അമ്മയുടെ കയ്യിൽ തൂങ്ങി വന്നിരുന്ന മറ്റൊരു വീടാണിത്. സ്കൂളല്ല ഇത്, എൻ്റെ മറ്റൊരു വീട് തന്നെയാണ്. ഞാൻ 4 വയസ്സ് മുതൽ എന്നെ ഇവിടുത്തെ ടീച്ചർമാരും മറ്റുള്ള കുട്ടികളും ഒത്തിരി പേര് എന്നെ അറിയും. എന്നുവെച്ചാൽ ഞാൻ 4 വയസ്സ് മുതൽ ഇറങ്ങുമ്പോഴുള്ള കുട്ടികൾ എന്നെ അറിയുന്നതാണ്. അതുപോലെ ഒരു വലിയ സമൂഹം തന്നെ എൻ്റെ അമ്മയെ നിങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ അമ്മ ഭയങ്കര ശബ്ദവും വിളിച്ചുമായിരുന്നു ഈ സ്കൂളിൻ്റെ. അമ്മ ഏത് പരിപാടിയിലും ഓടി നടന്നിരുന്ന ഒരാളാണ്. അമ്മയുടെ പേരെന്ന് പറയാമോ? എൻ്റെ അമ്മയുടെ പേര് ഇ.കെ. ലീലാമ്മ. ലീലാമ്മ ടീച്ചറുടെ മകളാണോ? അതെ, ഇ.കെ. ലീല ടീച്ചറുടെ മകളാണ്. പിന്നെ ഇവിടെ ലിസി ഇത്രയും ടീച്ചേഴ്സിനെ ഒന്നിച്ചു കൂട്ടാൻ ഒരു സംശയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ലിസി, നമുക്കത് സാധിക്കും എന്ന് പറഞ്ഞ് എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങൾ വിളിക്കുകയാണ് ഉണ്ടായത്, ആ കാലയളവിൽ ഉണ്ടായത്. ഏതായാലും നിങ്ങളെ അഭിനന്ദിച്ചാൽ മതിയാവില്ല. സാധാരണ രീതിയിലൊരു അഭിനന്ദനത്തിൽ ഒതുങ്ങുന്ന വാക്കുകളിൽ പറഞ്ഞ പോരാ. അത്രത്തോളം കഠിന പ്രയത്നവും ഈ ഒരു കൂട്ടായ്മയിൽ എത്രത്തോളം ഉണ്ടായെന്നുള്ളതിൻ്റെ നേർക്കാഴ്ച തന്നെയായിരുന്നു ഇന്ന് ഇവിടെ കാക്കനാട് MAHS കണ്ടത്. ഏതായാലും നമ്മുടെ ഒപ്പം ഷാജഹാൻ നമ്മുടെ കൂടെ ചേരുന്നു. ഷാജഹാൻ, എന്തായാലും ഈ സ്കൂളിൻ്റെ എന്ത് പരിപാടി ഉണ്ടോ ഈ ഒരു ഇയറിലെ ഇത് മാത്രമല്ല, പൊതുവായിട്ടുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ MAHS വളരെ സഹകരിച്ച് നല്ല പ്രവർത്തനങ്ങൾ, പൊതുവായിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഷാജഹാൻ. ഷാജഹാൻ എന്ത് പറയുന്നു? ഞാനിവിടെ ഇതിന് മുൻപും ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ ഈ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അന്ന് കിട്ടാത്തൊരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലഭിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഗുരുവന്ദനമായിരുന്നു ഞങ്ങൾ ഓരോ വീടുകളിലും അധ്യാപകരെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന് പുറമെ ഇന്ന് ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ സാധിച്ചു. ഞങ്ങൾ ഓൾഡ് 82 ബാച്ച് കൂടുമ്പോൾ തന്നെ ഞങ്ങൾ അറിയാതെ ഇത്രയും അധ്യാപകരെ ഇവിടെ കൊണ്ടുവന്ന് അവരെയും ഒരു കൂട്ടായ്മയിലേക്ക് പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങളത് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ എല്ലാ അധ്യാപകരും ഒത്തുചേർന്നപ്പോൾ അവരുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് അവരും ഈ കൂട്ടായ്മയെ, ധാരാളം അധ്യാപകർ വന്നപ്പോൾ അവർ പരസ്പരം കാണുവാനും സംസാരിക്കുവാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ അവർക്കും കഴിഞ്ഞു. അതിൽ അവർ വലിയ സന്തോഷം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾക്കൊരു 2 ഉദ്ദേശങ്ങൾ കാണാൻ സാധിച്ചത്, അധ്യാപകരുടെ കൂട്ടായ്മ കൂടി ഇവിടെ ഒത്തുചേർക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ ഞങ്ങൾ വളരെ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കൂടുന്നത് നിങ്ങൾക്കറിയാം, 82 കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞപ്പോൾ പരസ്പരം വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കുറച്ച് മുമ്പ് ഞങ്ങളുടെ പ്രസിഡന്റ് ഗീത പറഞ്ഞതുപോലെ ഗീതയും സുരേഷും ലിസിയും സോമനും ഒക്കെ ചേർന്ന് ഇത് വലിയൊരു സംഭവമാക്കി മാറ്റിയെടുത്തത്. ചെറിയ 1.5 മാസം കൊണ്ടിട്ട് ഈ ഭാഗത്തുള്ള സകല 82 ബാച്ചിനെയും കണ്ടെത്തുവാനും അതിലൂടെ അവരെ ഒരുമിച്ച് ചേർക്കുവാനും ഇത്തരം ഒരു വലിയൊരു പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്യുവാനും ഇതിൽ പിന്നിൽ സണ്ണി വർഗീസ് എന്ന ആളുടെ വലിയ പങ്കുണ്ട്. ഇവിടുന്ന് വീടൊക്കെ വിറ്റ് പാലക്കാട്ടേക്ക് 40 വർഷം മുമ്പ് പോയ ആളാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ ചെയ്ത കോൺട്രിബ്യൂഷൻ ചെറുതല്ല. ഈ പരിപാടിയോടനുബന്ധിച്ച് അമേരിക്കയിൽ നിന്നും ഞങ്ങളുടെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹത്തെ 41 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ തൊട്ട് അയൽവാസിയായിട്ട് കൂടി കാണാൻ സാധിച്ചിരുന്നില്ല. ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണുവാനും കാര്യങ്ങൾ പങ്കുവെക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു വലിയ സന്തോഷമാണ്, സംതൃപ്തിയാണ് ഞങ്ങൾക്ക് ഈ പരിപാടി എനിക്ക് ലഭിച്ചത്. ഏതായാലും ഇതിൻ്റെ കോർഡിനേറ്റർ നമ്മുടെ കൂടെ ചേരുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ഒരുപാട് ഓടി ഈ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ കൂടെ നിന്ന് കൈകോർത്ത് നിന്ന ആളാണ്. നമസ്കാരം, എന്ത് പറയുന്നു? എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹപ്രവർത്തകർ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് ഉണ്ടാകാം, എല്ലാവരും സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെ അധ്യാപകരിങ്ങനെ പല സ്ഥലത്തുമാണ്, എല്ലാവരും ക്ഷണിക്കാൻ പോകണം. ഈ ന്യൂ ഇയറിന് മുമ്പ് ഞങ്ങളെല്ലാ അധ്യാപകരെയും ക്ഷണിക്കാൻ പോയി. വളരെ സന്തോഷം തോന്നി. 1000 പുണ്യക്ഷേത്രം സന്ദർശിക്കുന്നതിനേക്കാളും കൂടുതൽ മനോഹരമാണ് ഒരു അധ്യാപകൻ്റെ വീട് സന്ദർശിക്കണമെന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എൻ്റെ സുഹൃത്തുക്കൾ, വളരെ നന്നായി ഇടപെട്ട എൻ്റെ ഒത്തിരി സംഘാടകരുണ്ട്. പിന്നെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിനൊരു ഗൃഹാതുരത്വം എനിക്ക് പ്രത്യേകിച്ചുണ്ട്. കാരണം എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടനുമാണ് ഈ സ്കൂളിൻ്റെ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് അഭിമാനമുണ്ട്. പിന്നെ അധ്യാപകരെല്ലാവരും തന്നെ നമ്മളെ അറിയുമായിരുന്നു. ഒട്ടേറെ അധ്യാപകർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട സഹപ്രവർത്തകരെ ഈ സന്ദർഭത്തിൽ ഓർക്കാനുള്ള
ഒരു സന്ദർഭമായി ഞങ്ങൾ ഇതിനെ കരുതുന്നു. വളരെ മനോഹരമായ സന്ദർഭം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾക്ക് പോയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ അധ്യാപകരെല്ലാം നമ്മുടെ കൂടെ ചേരുവാണ്. അന്നത്തെ സംഗീത ടീച്ചറായിരുന്നു നമ്മുടെ പത്മപ്രഭ ടീച്ചർ. അന്നത്തെ പാട്ടുകൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു മൂത്ത തവിള പറഞ്ഞ തനിയാം മുങ്ങാങ്കുഴികൾ ഇടാം എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇപ്പോഴും ടീച്ചറിനെ കാണുമ്പോൾ എനിക്ക് ആ ഒരു പഴയ ഓർമ്മകളിലേക്കാണ്. ആ വരികളിൽ ഒന്ന് മൂളാൻ സാധിക്കും. ഇപ്പോഴും ഓർമ്മകളുണ്ടോ? ഇപ്പോഴും അന്നത്തെ ഓർമ്മകളൊന്നും വിട്ടിട്ടില്ലല്ലോ. ആ ഒന്ന് പാടി. കൊടിയ വേനൽ കാലം, കുളങ്ങൾ വറ്റിയ കാലം, കുതിച്ചും ചാടിയും 2 തവളകൾ കൊണ്ടു കിണറ്റിനരികിൽ വന്നു. ദാഹനീരിനായി 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 ദാഹനീരിനായി. കൊടിയ വേനൽ കാലം, കുളങ്ങൾ വറ്റിയ കാലം, കുതിച്ചും ചാടിയും 2 തവളകൾ കൊണ്ടു കിണറ്റിനരികിൽ വന്നു. ഏതായാലും താങ്കൾ ഒരു കവി കൂടിയാണല്ലോ. അപ്പൊ തീർച്ചയായും ഈ മുറ്റത്ത്, ഈ തിരുമുറ്റത്ത് പഠിച്ച ആ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ, ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആ പഴയ ഓർമ്മകളിൽ നിന്ന്, ആ കവിതകളിൽ നിന്നൊരു വരി ചൊല്ലാൻ സാധിക്കും? എനിക്ക് സ്നേഹത്തിനെ കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്നേഹത്തിനെ കുറിച്ച് 4 വരി ഞാൻ പാടാം. ഇനിയൊരു മുകിലായി പൊതിയട്ടെ വിണ്ണിനെ, ഒരു സ്നേഹധാരയായി ചൊരിയട്ടെ വിണ്ണിതിൽ, ചൊരിയട്ടെ ഈ മണ്ണ് സ്നേഹപ്രവാഹത്താൽ, വിരിയട്ടെ ഇവിടെ 1000 നാളങ്ങൾ, സ്നേഹനാളങ്ങൾ എന്നാണ് എനിക്ക് ഈ കൂടിച്ചേരലിനെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. ഓർമ്മകളുടെ മഴയാണ്. ചെറിയ ചാറ്റൽ മഴയിൽ നിന്ന് തുടങ്ങി വലിയൊരു മഴയായി. ഇന്ന് ആ മഴയിൽ നനഞ്ഞാണ് ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുക. ഞങ്ങളുടെ ഓർമ്മകളും കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. അത് ഞങ്ങളുടെ ജീവിതാവസാനം വരെ നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഒന്ന്, വിദേശത്ത് ജോലി ചെയ്യുന്നവർ വരെ ഈ ഒരു സംഗമത്തിൽ, നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തി. അതുകൂടാതെ മൈസൂരിൽ നിന്ന്, ഇപ്പൊ അവിടെ നിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, ആലോചിക്കുക, മറ്റുള്ള രാജ്യങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഒരു കൂട്ടായ്മയിൽ, നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഒന്നിച്ച് കൈകോർക്കാൻ, പഴയ ഓർമ്മകൾ പങ്കെടുക്കാനൊക്കെ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നല്ലൊരു പ്രവൃത്തിയാണ്, എത്രയും നല്ലൊരു കൂട്ടായ്മയാണത്. ഏതായാലും നിങ്ങളുടെ ഈ പ്രവൃത്തിയെ തീർച്ചയായും നന്മ 24 അഭിനന്ദിക്കുന്നു.